ആപ്പിൾ വീതം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടാകും. ഡെയിലി ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഡെയിലി ആപ്പിൾ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. ആപ്പിളിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്, അതുകൂടാതെ തന്നെ നിറയെ ഫൈബർ ഉണ്ട്. ഇത് നമ്മളെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ വയറിനെ സംരക്ഷിക്കും. പിന്നെ എന്താ പറയുന്നത്, ദിവസവും 5 ബദാം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ എന്ന ഒന്നും തന്നെ വരാതിരിക്കാനുള്ള സാധ്യതയും. ഡെയിലി 5 ബദാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ നേരിട്ടൊരു പഠനമൊന്നുമില്ല ക്യാൻസർ കുറക്കും 5 ബദാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ബദാം ഒരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ്. ബദാമിൻ്റെ അകത്ത് വിറ്റാമിൻ ഇ ഉണ്ട്, ആൻറ്റി ഓക്സിഡന്റ് ഉണ്ട്, ഗുഡ് ഫാറ്റും ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ചില സമയത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് നമുക്ക് ഇത്തരം ക്യാൻസർ പോലത്തെ കണ്ടീഷനിൽ വരാതിരിക്കാൻ സംരക്ഷിക്കാം. 5 ബദാം കൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. 5 ബദാം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ക്യാൻസർ മാറുമെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഓറഞ്ച് വീതം കഴിക്കുകയാണെങ്കിൽ ഫാറ്റ് കൂടുക എന്നുള്ള പ്രശ്നം തന്നെ ഉണ്ടാവില്ല. ഒരു ഓറഞ്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഉണ്ടാവില്ല. ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് അല്ല ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാനുള്ള കഴിവൊന്നും ഓറഞ്ചിനില്ല. ഓറഞ്ചിനകത്ത് വിറ്റാമിൻ സി നിറയുണ്ട്, ഫൈബറുകൾ നിറയുണ്ട്. ഈ ഫൈബർ നിറയുള്ളത് കൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കലോറിയും വളരെ കുറവാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി ഒന്നും ഓറഞ്ച്. ജലദോഷം, ചുമ, ബ്ലഡ് പ്രഷർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. തുളസിൻ്റെ അകത്ത് യൂജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്, അതിന് ഉർസിലിക് എന്ന് പറയുന്ന ആസിഡും ഉണ്ട്. ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റി, റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യിക്കും. ചെറുതായിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുളസി നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന തന്നെയാണ്. മാസത്തിൽ എല്ലാ ആഴ്ചയിലും ഇത് തന്നെ ഉപയോഗിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കാം. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. ഒരാഴ്ചയിൽ ഈ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താം, അടുത്ത ആഴ്ചയിൽ മാറ്റങ്ങൾ വരുത്തി വേറെ ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. അങ്ങനെ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്നെന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒന്നെന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്ര ഗുണകരമായി വരില്ല. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. അതും ബാലൻസ് ആയ രീതിയിൽ ട്രൈ ചെയ്യണം. വ്യത്യസ്തവും ബാലൻസിങ്ങുമായിട്ടുള്ള ആഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഹെൽത്തി ഫുഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഫുഡിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റിൻ്റെ റിയാലിറ്റിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക.